ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിൽക്കണ ആരോ ഹെഡ് പ്രൊവിൻഷ്യൽ പാർക്കിലാണ്. കിച്ചണിൽ നിന്ന് നമ്മളൊരു 3 hour ഡ്രൈവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊവിൻഷ്യൽ പാർക്കിലെത്താം. ഇവിടെ വന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഓൺലൈനിൽ ഡേ യൂസ് വെഹിക്കിൾ പെർമിറ്റ് നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് ഒരു ദിവസത്തേക്ക് മാത്രം വന്നെങ്കിലാണ് നമ്മൾ ഈ വെഹിക്കിൾ ഡേ യൂസ് വെഹിക്കിൾ പെർമിറ്റ് എടുക്കണം. അത് ഓൺലൈൻ തന്നെ എടുക്കണം. നേരത്തെ ബുക്ക് ചെയ്താലുള്ള കാര്യമുള്ളൂ, കാരണം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. പിന്നെ ലോങ് വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു രാവിലെ ഒരു 5 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു 8:30 5:30 ആയപ്പോൾ ഇറങ്ങി 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ്, ഭയങ്കര മഴയാണ്. 2 ദിവസമായിട്ട് മഴ കാണിക്കണേ. പക്ഷെ ഇപ്പോൾ നല്ല ഫോള്, നല്ല ഹൈ പീക്കിൽ നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് ഇപ്പോൾ കാണാൻ നല്ല രസമാണ് സ്ഥലം. മഴയാണെങ്കിലും കാണാൻ ഭംഗിയുണ്ട്. ഇത്തിരി കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വരാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ വരാമെന്ന് വെച്ച് വന്നതാണ്. ഇവിടെ ഹൈക്ക് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ നമ്മൾ ആരോ ഹെഡാണ് എടുത്തേക്കണേ. എന്തായാലും പോയി നോക്കാം. വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കാണാനായിട്ട് പറ്റും. അവിടെയും ഒരു ബ്രിഡ്ജുണ്ട്, ഇവിടേക്കും ഒരു ബ്രിഡ്ജുണ്ട്. ഇത് ആക്ച്വലി ക്യാമ്പിംഗ് ലൂപ്പ് ബ്രിഡ്ജ് എന്നാ പറയണേ. ഇതാണ് ആ സ്പോട്ട്.
ഫോൾസിന്റെ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയിരിക്കുന്നു. ഓ അതെ അത് ഇവിടെ ഞാൻ തിരിഞ്ഞ ആൾക്കാർ തെറ്റുവരും. ഫോട്ടോ എടുക്കണ്ടേ? ഇനിയിപ്പോ ഒന്നും പറയാമോ? ഓ അവിടെ സൈഡ് അവര് ഫിഷിംഗ് ആണ് ചെയ്യണേ, മീൻ പിടിക്കുന്നു. പൂളിന്റെ സൈഡിൽ കൂടെ പോകാനുള്ള ഇവിടെ ഒരു വഴിയുണ്ട്. പക്ഷെ ഇത് മഴയൊക്കെ പെയ്ത് കിടക്കണായാൽ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വഴുക്കും. നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് ബിഗ് ബെൻഡ് ആണ്. ബിഗ് ബെൻഡ് ഇതിന്റെ തന്നെ നമ്മള് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ടെങ്കിൽ തന്നെ ബിഗ് ബെൻഡിൻ്റെ സ്പോട്ട് എത്തും. നമ്മൾ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കുക, നമുക്ക് ആ ഏരിയ ഫുള്ള് കാണാൻ പറ്റും. അങ്ങനെയാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. കാണുമ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഭയങ്കര തണുപ്പാണ്, നിറച്ച് ചിലവരൊക്കെ തെർമലും എല്ലാം ഇട്ട് സെറ്റായിട്ട് വന്നുകൊണ്ട് കുഴപ്പമില്ല. ബേസിൽ ഉള്ളിൽ തെർമല് കുണ്ടി, അതിൻ്റെ പുറത്തെ ജാക്കറ്റ്, പാൻറ്റിൻ്റെ അടിയിൽ വേറൊരു പാൻറ്. സംഭവം ഗൂഗിളിൽ കാണിച്ച പോലെ തന്നെ മലയാളം. ചേച്ചികൾ കണ്ട് ജോക്ക് ഇറക്കാനുണ്ട് കേട്ടോ. ജോക്ക് ഇറക്കാനുള്ളത് തന്നെ, പറയാനുള്ളത് തന്നെ. ഓക്കെ, ഇത് 12,000 years ago നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. അത് കഴിഞ്ഞ് അതൊരു ഡെൽറ്റ ഫോം ചെയ്തുണ്ടായതാണ് ഈ സംഭവം. ഗ്ലേഷ്യൽ ഡെൽറ്റ.
ഇപ്പോൾ ആരോ ഹെഡിൽ നിന്ന് തിരിച്ചു പോകുന്നു. തിരിച്ചിപ്പോൾ അറൗണ്ട് 1:46 ആയിട്ടുണ്ട്. ഒന്ന് പോകുന്ന നമ്മളൊരു 1 hour ട്രാവൽ ചെയ്തിട്ട് ഇവിടെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് കയറിയേക്കാം, ഇന്ത്യൻ കറിയൻ ഗ്രിൽ ഹൗസിൽ. ഇവിടെ വന്നിട്ട് ഫുള്ള് ഗ്രിൽ റിലേറ്റഡ് മെനു ആണുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞേക്കണേ താലി, മഹാരാജ നോൺ വെജ് താലിയാണ് പറഞ്ഞേക്കണേ. നമുക്ക് 3 dishes, പിന്നെ നാൻ, ഡെസേർട്ട്, റൈസ്, സാലഡൊക്കെ കിട്ടും. എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല. $18 അതിനുള്ളത്. വന്നിട്ട് നോക്കാം. എത്ര നേരം വെയിറ്റ് ചെയ്ത് 1/2 മണിക്കൂറിന് മേലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. കഴിച്ചു നോക്കിയിട്ടില്ല, അത് കഴിച്ചു നോക്കണം. കണ്ടിട്ട് സീനൊന്നുമില്ല, പക്ഷെ ക്വാണ്ടിറ്റി $18 ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നിയില്ല. സോ ഞാൻ തന്നിട്ടുണ്ട് 3 dishes ഉണ്ട്, സാലഡ് ഉണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് ആകെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഗുലാബ് ജാമുനും പറഞ്ഞ് തന്നിരിക്കുന്ന സാധനമാണ്. ഗുലാബ് ജാമുൻ ഇല്ല, ഇത്ര ഉള്ളു സംഭവം. ഇതുവഴി പോവുകയാണെങ്കിൽ കയറി നോക്കുക. ബാരിയിലാണ് ഇന്ത്യൻ കറി ആൻഡ്